എല്ലാ മനുഷ്യരുടെയും എല്ലാ വാതിലും അടയുമ്പോൾ വാഗ്ദാനം നിൻ്റെ വാതിലെ, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് പറയുന്ന വാതിൽ കൃപയുടെ വാതിലാണ്. നീ യേശുക്രിസ്തുവിനെ തുറന്നു വെച്ച മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുവിനോടുകൂടി തുറന്നു വെച്ച വാതിൽ, അനുഗ്രഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വാതിൽ എല്ലാവർക്കും തുറന്നു കർത്താവ്. തീ കത്തുമ്പോൾ അതിൽ വെന്തുരുകി പോകുമെന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു എമർജൻസി എക്സിറ്റാണ് പരിശുദ്ധ അമ്മ എന്ന് എന്നോട് എത്രയോ പ്രാവശ്യം ഈശോ നീ പറഞ്ഞിരിക്കുന്നു. അതെ, നിൻ്റെ അടുത്ത് വരാൻ അധികാരം ഒരു യോഗ്യതയുമില്ലെങ്കിലും, ഒരു യോഗ്യതയുമില്ലാതിരിക്കുന്ന സമയത്തും നിൻ്റെ അടുത്ത് വരാൻ ഞങ്ങൾക്കുള്ള യോഗ്യത നീ ഞങ്ങൾക്ക് നൽകിയ അമ്മ തന്നെയാണ്. കർത്താവെ, ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബവും അവരെ സപ്പോർട്ട് ചെയ്യാനോ ശുപാർശ ചെയ്യാനോ ആരുമില്ല. കിട്ടേണ്ടത് നഷ്ടപ്പെടുകയും നിസ്സഹായം നിൽക്കുകയും ഈ ജീവിതം എന്തിനു തന്നു എന്ന് പോലും ചിന്തിക്കുന്ന സാധാരണ സങ്കടപ്പെടുന്ന മനുഷ്യരുണ്ട്. അവിടെ കൂടെ നിന്നുകൊണ്ട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി അലയുന്നവരെ, മേലുഗതിക്ക് വേണ്ടി പരക്കം പായുന്നവർ, അവിടെ എല്ലാം കൂടെ നീ ഉണ്ടാകണമേ. അമ്മേ, നിൻ്റെ മധ്യസ്ഥം ഉണ്ടാകണമേ. എൻ്റെ കർത്താവെ, ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തും കണ്ടും കേട്ടും ചെയ്ത് തീർത്ത് അവരാശ്വാസത്തോടെ മടങ്ങി വരാൻ കണ്ണുനീരോടെ അവർ വിതക്കുന്നു. ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായി തിരിച്ചു വരുന്നത് അങ്ങനെ വാഗ്ദാനമാണെങ്കിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ ഇന്ന് രാത്രി സന്തോഷത്തിൽ തിരിച്ചു വരാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാമേ.